വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് ലക്ഷദ്വീപിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി. കൊല്ലത്ത് നിന്നുള്ള 25 വിനോദസഞ്ചാരികളാണ് കുടുങ്ങിയത്. രാവിലെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് വിമാനം റദ്ദാക്കി എന്ന വിവരം കിട്ടിയത്. ശ്രീകുമാർ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്തിലേക്ക് വരും മുമ്പ് അവരുടെ ചില പ്രതികരണങ്ങൾ കേൾക്കാം. 8-ാം തീയതി രാവിലെ 11 മണിക്ക് എയർ അലയൻസിന് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി 8 മണിയായപ്പോൾ ഞങ്ങളോട് പറയുന്നത് ഫ്ലൈറ്റ് ക്യാൻസലായി. അപ്പോൾ ഇന്നിവിടെ വന്നപ്പം യാതൊരു റെസ്പോൺസും ഇല്ല. ഞങ്ങൾ പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, ഞങ്ങൾ 30 പേരടങ്ങുന്ന ഒരു ആൾക്കാരാണ് വന്നത്. പക്ഷേ ഞങ്ങളിപ്പം യാതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞങ്ങളിപ്പം വഴിയാധാരമായിട്ട് നിൽക്കുകയാണ്. എല്ലാം ഈ എയർ അലയൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടായാലേ പറ്റൂ. ശ്രീകുമാരാണ് വാർത്തകൾ. ശ്രീത്ത്, ലക്ഷദ്വീപ് നിവാസികൾക്ക് ഈ കൊടിയ യാത്രാ ദുരിതം അവരുടെ ശീലത്തിന്റെ ഭാഗമാണ്. അവർ വർഷങ്ങളായി പറഞ്ഞു മടുത്തതാണ്. ആരും അതിനിപ്പോൾ ചെവിക്കൊള്ളാറൊന്നുമില്ല. ഈ വിനോദസഞ്ചാരികൾ പറയുന്നത് എന്താണ് ഒരു വേ ഔട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീത്ത്? അതായത് ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ഇങ്ങനെ ഒരു അറിയിപ്പ് ലഭിക്കുന്നു. വിമാനം റദ്ദാകാനുള്ള സാധ്യതയുണ്ട്, നാളെ വിമാനമില്ല എന്ന്. ഇന്ന് രാവിലെ എയർപോർട്ടിലെത്തിയപ്പോഴാണ് വിമാനം റദ്ദായ വിവരം പൂർണ്ണമായി അറിയുന്നത്. അങ്ങനെ 25 അംഗ സംഘം, ആ സംഘത്തിന്റെ പ്രതികരണമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അവർ അഗത്തിയിൽ വിമാനത്താവളത്തിൽ നിൽക്കുകയാണ്. എയർ അലയൻസ് എന്ന വിമാന കമ്പനിയാണ് ഈ വിമാനം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനമാണ്. എന്തായാലും ഈ ലക്ഷദ്വീപാണ്, സ്വാഭാവികമായും അവർക്ക് താമസമടക്കമുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അവിടെ നിൽക്കാനടക്കമുള്ള പാസിന് ബുദ്ധിമുട്ടുണ്ട്. ഇത്ര ദിവസത്തേക്ക് ഉള്ള പാസ്സൊക്കെ എടുത്ത് പോയ ആളുകളാണ്. എന്തായാലും ഈ പാസ് എല്ലാം തന്നെ രണ്ടാമത് സംഘടിപ്പിക്കാൻ ഇനിയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്കടക്കം പോകേണ്ടതുണ്ട്. ഇനി നാളെ വേണമെങ്കിൽ നോക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു ഉറപ്പ് എയർ അലയൻസ് അധികൃതർ നൽകുന്നില്ല എന്ന് പറയുന്നുണ്ട്. മറ്റ് സംവിധാനങ്ങൾ, ഈ കപ്പൽ മുഖേനയുള്ള വരവൊക്കെ ആണെങ്കിൽ അതിനും ദിവസങ്ങളോളം ബുക്കിങ്ങും മറ്റും ഒക്കെയുണ്ട്. എന്തായാലും ഈ സംഘം ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. എയർ അലയൻസ് അധികൃതർ ആകട്ടെ കാര്യമായ രീതിയിൽ ഒന്നും തന്നെ പറയുന്നില്ല. അവർ വിമാനത്താവളത്തിന് പുറത്ത് ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ഓക്കെ, ശ്രീകുമാരനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലക്ഷദ്വീപിൽ കുടുങ്ങിയിരിക്കുന്നു വിനോദസഞ്ചാരികൾ.